ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മിഷൻ PSC. ഞാൻ ശ്രീജ സി സുന്ദർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചാണ്. ഇത് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചുള്ള മൂന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ആദ്യത്തെ 2 ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കാണുക, പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് PSC പരീക്ഷകളിൽ സാധാരണയായിട്ട് ചോദിക്കുന്ന സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഭേദഗതികളെ പറ്റിയാണ്. 12ാം ഭരണഘടനാ ഭേദഗതി 1961 12ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്. എപ്പോഴാണ്? 1961 ഈ 12ാം ഭേദഗതി പ്രകാരമാണ് ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നത്. എന്താണ്? 12ാമത്തെ ഭേദഗതി പ്രകാരമാണ് ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നത്. ഓപ്പറേഷൻ വിജയ് ഗോവയുടെ വിമോചനവുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. അതും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. 56ാം ഭരണഘടനാ ഭേദഗതി ഗോവയ്ക്ക് ഒരു സംസ്ഥാന പദവി ലഭിച്ച ഭരണഘടനാ ഭേദഗതി. എന്താണ്? ഗോവയ്ക്ക് ഒരു സംസ്ഥാന പദവി ലഭിച്ചത് 56ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ 12ാം ഭേദഗതി പ്രകാരം ഗോവയെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തു. അപ്പോൾ ഗോവയ്ക്ക് എന്ത് കിട്ടിയിട്ടില്ല? ഒരു സംസ്ഥാന പദവി ലഭിച്ചിട്ടില്ല. പിന്നീട് 56ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഗോവയ്ക്ക് ഒരു സംസ്ഥാന പദവി ലഭിക്കുന്നത്. ഗോവ സംസ്ഥാനം നിലവിൽ വന്നത് എപ്പോഴാണ്? 1987 മെയ് മാസം 30-നാണ്. എപ്പോഴാണ്? 1987 മെയ് മാസം 30-നാണ്. 13ാം ഭരണഘടനാ ഭേദഗതി 1963 13ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നാഗാലാൻഡ് സംസ്ഥാനം രൂപീകരിച്ചത്. നാഗാലാൻഡിന് ഒരു സംസ്ഥാന പദവി ലഭിച്ചത് എപ്പോഴാണ്? 1963 13ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ 12ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 1961 ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്. ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത് ഗോവയുടെ വിമോചനവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഗോവയ്ക്ക് ഒരു സംസ്ഥാന പദവി ലഭിച്ചത് 56ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കേട്ടോ. എപ്പോഴാണ്? 1987-ലാണ്. എന്നാൽ 13ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 1963 നാഗാലാൻഡിന് ഒരു സംസ്ഥാന പദവി ലഭിക്കുന്നത്. എപ്പോഴാണ്? 1963. 36ാം ഭരണഘടനാ ഭേദഗതി 1975 36ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സിക്കിമിന് പൂർണ്ണ സംസ്ഥാന പദവി ലഭിക്കുന്നത്. എപ്പോഴാണ്? 1975 36ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇന്ത്യ ചൈന തർക്ക പ്രദേശമായിരുന്നു കേട്ടോ ഈ സിക്കിം എന്ന് പറയുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു തർക്കമുണ്ടായിരുന്ന പ്രദേശമായിരുന്നു സിക്കിം. ആ ഒരു കാര്യം കൂടി ഓർത്തു വെക്കാം. 84ാം ഭരണഘടനാ ഭേദഗതി വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതിയാണ്. 2000-ലാണ് ഈ ഒരു ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നിരിക്കുന്നത്. എപ്പോഴാണ്? 2000-ലാണ്. പ്രധാനമായും 3 സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് കാരണമായ ഒരു ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങൾ വന്നിരിക്കുന്നത് 2000-ലുള്ള ഈ 84ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പൊ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കി വെച്ച് പഠിക്കുക കേട്ടോ. ഏതൊക്കെയാണ് ആ 3 സംസ്ഥാനങ്ങൾ? ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്. ഇത് 3ഉം 2000-ൽ നിലവിൽ വന്ന സംസ്ഥാനങ്ങളാണ്. അതും നവംബർ മാസത്തിൽ തന്നെ നിലവിൽ വന്ന സംസ്ഥാനങ്ങളാണ് കേട്ടോ. അപ്പം 2000 നവംബർ എന്നുള്ള കാര്യം 3ആളുടെയും കോമൺ ആണ്. അത് പഠിച്ചു വെക്കാം. ജസ്റ്റ് ഡേറ്റ് മാത്രം ചെറുതായിട്ട് ആ ഒരു ഡേ മാത്രമാണ് മാറിയിരിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഛത്തീസ്ഗഡ് 2000 നവംബർ 1-നാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഛത്തീസ്ഗഡ് 2000 നവംബർ 1-നാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഉത്തരാഖണ്ഡ് 2000 നവംബർ 9-ന് നിലവിൽ വന്നു. ഉത്തരാഖണ്ഡ് നവംബർ 9-നാണ് നിലവിൽ വന്നിരിക്കുന്നത്. ജാർഖണ്ഡ് 2000 നവംബർ 15-ന് നിലവിൽ വന്നു. നവംബർ 15-നാണ് ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വന്നിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി ആയിരുന്നു. ആ ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി AB വാജ്പേയിയും രാഷ്ട്രപതി ആരായിരുന്നു? KR നാരായണനും ആയിരുന്നു. ആരായിരുന്നു? KR നാരായണൻ. ആ ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി AB വാജ്പേയിയും രാഷ്ട്രപതി ആരായിരുന്നു? KR നാരായണനുമായിരുന്നു. 26ാം ഭരണഘടനാ ഭേദഗതി 1971 26ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. ആരായിരുന്നു അന്ന് പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു കേട്ടോ. അത് പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട്.
പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അപ്പൊ ആരാണത്? ഇന്ദിരാഗാന്ധിയാണ്. എപ്പോഴാണ്? 1971 26-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. എപ്പോഴാണ്? 1971 26-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അതായത് ഈ പ്രിവി പേഴ്സ് എന്ന് പറയുന്നത് അക്കാലത്ത് നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന പെൻഷൻ പോലെയുള്ള കാര്യങ്ങളായിരുന്നു. ആ ഒരു കാര്യം ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് പിന്നീട് നിർത്തലാക്കുകയായിരുന്നു. അതാണ് 26-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ പരാമർശിക്കുന്നത്. അപ്പോൾ ഭരണഘടനാ ഭേദഗതി എന്നൊരു ഭാഗത്ത് നിന്നും PSC ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.